കൊച്ചുമക്കൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. ഒരു നായയുടെയും നായക്കുട്ടിയുടെയും കഥയായാലോ? ഈ കഥ നടക്കുന്നത് ദൂരെ ഒരു നാട്ടിലാണ്. ആ നാട്ടിൽ വളരെ മനോഹരമായ മരവും പുൽത്തകിടിയും വെള്ളം കുടിക്കാൻ, ഇഷ്ടംപോലെ വെള്ളം കുടിക്കാൻ തടാകവും ഒക്കെ ഉണ്ടായിരുന്നു. ലേക്കിനാണ് ഈ തടാകം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ അവിടെയുള്ള മൃഗങ്ങളൊക്കെ, ആടുണ്ട്, പൂച്ചയുണ്ട്, കോഴിയുണ്ട്, മാനുകളുണ്ട്. ചില മനുഷ്യന്മാരും കർഷകരും, കൃഷി ചെയ്യുന്ന കർഷകരും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ താമസിക്കുകയായിരുന്നു. അപ്പോൾ ഈ കുളം അഥവാ തടാകം, അതിന് ചുറ്റും ഞണ്ടുകളുണ്ട്, തവളകളുണ്ട്, കുളത്തിൻ്റെ ഉള്ളിൽ മീനുണ്ട്, ആമയുണ്ട്. ഇതിനെയൊക്കെ ഇടയ്ക്ക് കൊക്കുകൾ വരും. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നായക്കുട്ടിക്ക് ഒരാഗ്രഹം. എന്താണ്? വെള്ളത്തിൽ നീന്താൻ പോകണം. വെള്ളത്തിൽ നീന്താൻ പോകുന്നത് കുറച്ച് അപകടമല്ലേ? നായക്കുട്ടി മുതിർന്ന നായ ചോദിച്ചു. അപ്പോൾ നായക്കുട്ടി പറഞ്ഞു, അല്ല, എനിക്കിപ്പോൾ പോകണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു നായക്കുട്ടി വാശി പിടിച്ചു. കുഞ്ഞു നായക്കുട്ടി ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. രാവിലെ കഴിച്ചില്ല, ഉച്ചയ്ക്ക് കഴിച്ചില്ല. അപ്പോൾ മനസ്സോടെ നായ എന്തു പറഞ്ഞു? ശരി, ശ്രദ്ധിച്ചു പോകണം, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാതെ, അച്ഛൻ നായയുടെ വാക്കുകൾ കേൾക്കാതെ നായക്കുട്ടി എന്തു ചെയ്തു? മെല്ലെ ഉള്ളിലേക്ക് നീന്താൻ തുടങ്ങി. കൂടെ നീന്താൻ വന്ന അച്ഛൻ നായയുടെ കണ്ണ് വെട്ടിച്ച് സൈഡിലേക്ക് നീന്തി. അപ്പം നീന്തലൊന്നും വലിയ കാര്യമായിട്ട് വശമില്ല ആർക്ക്? നായക്കുട്ടിക്ക്. എന്നിരുന്നാലും അത്യാവശ്യം മുങ്ങിപ്പോകാതെ നീന്താൻ അറിയാം. ഇങ്ങനെ നീന്തുന്നതിൻ്റെ ഇടയിൽ പോകരുതെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് കുഞ്ഞു നായ പോയി. അവിടെ എന്താണ് പ്രശ്നം? അവിടെ ആഴം കൂടുതലാണെന്ന് മാത്രമല്ല, അവിടെ നല്ല വലിയ ഞണ്ടുകളുണ്ട്. അവിടെ ചെടികളിൽ കാല് കുടുങ്ങി തിരിച്ചു നീന്താൻ പറ്റാത്ത അപകടം കൂടി വരാൻ സാധ്യതയുണ്ട്. അങ്ങോട്ട് പോകുന്ന നായക്കുട്ടീനെ കണ്ടപ്പോൾ നായ എന്തു പറഞ്ഞു? അങ്ങോട്ട് പോകരുത്, തിരിച്ചു വാ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അവരതിന് എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുത്തത്? അങ്ങനെ കുരച്ച് മനസ്സിലാക്കി കൊടുത്തു. ചെറിയ നായക്കുട്ടിക്ക് അത് മനസ്സിലായിട്ടെന്നോണം തിരിഞ്ഞ് നീന്താൻ തുടങ്ങി. തിരിഞ്ഞ് നീന്തുമ്പോൾ ചെറിയ നായക്കുട്ടി ഒരു കാര്യം മനസ്സിലാക്കി. തിരിഞ്ഞ് നീന്തുമ്പോൾ കുറേ ഞണ്ടുകളും കൂടെ നീന്തുന്നു. ഞണ്ടുകൾ ഒന്ന് വാലിൽ കടിച്ചു, ഒന്ന് നോക്കുമ്പോൾ ഇതാ വരുന്നു. ഞണ്ടിനെ അറിയാലോ മക്കൾക്ക്, നല്ല മൂർച്ചയുള്ള 2 കൈകൾ, കൊമ്പുകളെപ്പോലെ. അത് ഇറുക്കി പിടിച്ചാൽ വല്ലാത്ത വേദനയായിരിക്കും. അപ്പം എന്താ ചെയ്യുക? അങ്ങനെ 2 കൈകളും നീട്ടി അതിൽ മൂർച്ചയുള്ള ഇറുക്കാൻ പാകത്തിലുള്ള കൈകൾ നീട്ടി ദാ ഞണ്ട് വരുന്നു. കുഞ്ഞു നായക്കുട്ടിയുടെ കഴുത്തിന് ചുറ്റും ആ ഞണ്ട് കൈകൾ കൊണ്ട് ഇറുക്കി അതങ്ങ് ലോക്ക് ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ കുഞ്ഞു നായക്കുട്ടിയുടെ കഴുത്തിൽ മാല പോലെ ഞണ്ട് കിടക്കുകയാണ്. പക്ഷേ ഞണ്ടിപ്പോഴും വേദനിപ്പിച്ചിട്ടില്ല. നോക്കുമ്പോൾ ഞണ്ട് വെള്ളത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിച്ച നായക്കുട്ടീനെ കഴുത്ത് ഇറുക്കാൻ തുടങ്ങി. നായക്കുട്ടി വേദന കൊണ്ട് കുരച്ചു. എന്നാലും ഞണ്ട് പിടിവിടുവോ? ഇല്ല, ഞണ്ട് പിടിവിട്ടതേയില്ല. അച്ഛൻ നായ വന്ന് ഞണ്ടിനോട് പറഞ്ഞു നോക്കി, ഞണ്ടേ, ഒന്ന് നായക്കുട്ടിയുടെ കഴുത്തിൽ നിന്ന് കൈയെടുക്കൂ, അതിന് വേദനിക്കില്ലേ? ഞണ്ട് വളരെ ധിക്കാരത്തോടെ പറഞ്ഞു, ഇല്ല, ഈ ഞണ്ടിന് നല്ല കടി വെച്ച് കൊടുക്കും, മാത്രമല്ല വെള്ളത്തിലേക്ക് കൊണ്ടുപോയി ഞാൻ അപകടത്തിൽപ്പെടുത്തും. അപ്പോൾ നായ പറഞ്ഞു, അതിന് ഞാൻ സമ്മതിക്കില്ല, ഞാൻ നിന്നെ പറിച്ചെറിയും. അപ്പോൾ
ഞണ്ട് പറഞ്ഞു, എന്നെ പറിച്ചെറിയാൻ ശ്രമിച്ചാൽ ഞാൻ കഴുത്ത് ഇറുക്കും കേട്ടോ എന്ന് പറഞ്ഞു. അച്ഛൻ ആകെ സങ്കടത്തിലായി. പക്ഷെ അച്ഛൻ നല്ല ബുദ്ധിമാനായിരുന്നു. അച്ഛൻ നായക്കുട്ടീനോട് പറഞ്ഞു, കരയണ്ട, അച്ഛൻ്റെ കയ്യിലൊരു ഐഡിയയുണ്ട്. അച്ഛൻ ഞണ്ടിനെ അടിക്കാനോ വലിച്ചു മാറ്റാനോ നോക്കിയാൽ കുഞ്ഞിൻ്റെ കഴുത്തിലത് മൂർച്ചയുള്ള കൈകൾ കൊണ്ട് മുറിവുണ്ടാക്കും, വേദനിപ്പിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ നായക്കുട്ടിക്ക് കാര്യം മനസ്സിലായി. അച്ഛൻ നല്ല ബുദ്ധിയോടുകൂടി, അച്ഛൻ നല്ല ഐഡിയയോടുകൂടി അത് മാനേജ് ചെയ്യുമെന്ന് നല്ല വിശ്വാസം നായക്കുട്ടിക്കുണ്ടായിരുന്നു. നായക്കുട്ടി ഒന്നും മിണ്ടാതെ കഴുത്തിൽ മാലയിട്ടതുപോലെ കണക്കെ കിടക്കുന്ന ഞണ്ടിനെയും കൊണ്ട് മെല്ലെ മെല്ലെ നടന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് അച്ഛനൊരു കാര്യം നായക്കുട്ടീനോട് പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിക്കുന്നതിലൊന്നും യാതൊരു സംശയവും വേണ്ട. പക്ഷേ അച്ഛൻ പറയുന്നത് പോലെ തന്നെ കേൾക്കണം. കുറച്ച് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞണ്ടിന് ദേഷ്യം വന്ന് ചിലപ്പോൾ കൂടുതൽ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നായക്കുട്ടി പറഞ്ഞു, ശരി, അച്ഛൻ പറയുന്നത് പോലെ ഞാൻ കേട്ടോളാം. അച്ഛൻ നേരെ ഒരു പാറപ്പുറത്തേക്കാണ് പോയത്. അത് കണ്ട് വെള്ളത്തിൽ നിന്ന് എടുത്തപ്പോഴേ ഞണ്ടിന് കുറച്ചൊരു പ്രയാസം തുടങ്ങിയിരുന്നു. അപ്പോൾ അതുകൂടാതെ നല്ല വെയിലത്ത് പാറപ്പുറത്തേക്ക് പോകുന്നു. ഞണ്ട് പറഞ്ഞു, തിരിച്ച് വെള്ളത്തിലേക്ക് പോ, അല്ലെങ്കിൽ ഞാൻ ഇറുക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മളിപ്പോൾ തിരിച്ച് വെള്ളത്തിലേക്ക് പോകാം. ഇവിടെ ഒരു കാര്യം വെച്ച് മറന്നിട്ടുണ്ട്, അതും കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭക്ഷണമാകും എന്ന് പറഞ്ഞ് തണലത്ത് മരത്തിൻ്റെ ചോട്ടിൽ നായക്കുട്ടീനോട് കിടക്കാൻ പറഞ്ഞ് ആ നിഴലിൻ്റെ അപ്പുറം നല്ല ചൂടുള്ള പാറയുണ്ടായിരുന്നു, അവിടേക്ക് കഴുത്ത് നീട്ടി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ നായക്കുട്ടിയുടെ ശരീരം തണലിലും തലയും കഴുത്തും നല്ല ചൂടുള്ള പാറയുടെ മേലെയും വയ്ക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ താഴെ വെച്ചതും ഞണ്ടിൻ്റെ മേലെയാണ് ഈ ചൂടുള്ള പാറ ആദ്യം ടച്ച് ചെയ്തത്. ഞണ്ട് വാവിട്ട് കരഞ്ഞു, അയ്യോ പൊള്ളുന്നേ 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 എന്ന് പറഞ്ഞ് ഞണ്ട് പിടിവിട്ട് ഓടടാ ഓട്ടം ഓടടാ ഓട്ടം. അപ്പോൾ നായക്കുട്ടി ഇത് കണ്ട് ആശ്വാസമായി. തിരികെ ഞണ്ടിനെ കടിക്കാനും ഓടിക്കാനും പോയ നായക്കുട്ടീനോട് അച്ഛൻ നായ പറഞ്ഞു, വേണ്ട, അതതിൻ്റെ പാട്ടിന് പോയിക്കോട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട് നായക്കുട്ടി, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ നമുക്ക് ഈ അപകടം വന്നത്. നീന്തേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇത്ര ആഴത്തിൽ. മാത്രമല്ല, ഞാൻ പറയാത്ത സ്ഥലത്തേക്കും കൂടി പോയില്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വാശി പിടിച്ച് അത് നേടാൻ നോക്കരുത്, അപകടത്തിൽപ്പെടുകയേ ഉള്ളൂ. അപ്പോൾ നായക്കുട്ടി ചെയ്ത മണ്ടത്തരം മനസ്സിലായി. നായക്കുട്ടി മനസ്സിൽ തീരുമാനിച്ചു, ഇനി അച്ഛനും അമ്മയും എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കും. അതെല്ലാം എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. വാശി പിടിച്ചോ ഭക്ഷണം കഴിക്കാതെയോ കാര്യങ്ങൾ നിലത്ത് കിടന്നുരുണ്ടോ കാര്യങ്ങൾ സാധിക്കാൻ നോക്കി കഴിയുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി മിടുക്കനായി നായക്കുട്ടി മുന്നോട്ട് പോയി. ഭക്ഷണം കഴിച്ചും കളിച്ചും പാല് കുടിച്ചും പാപ്പം കഴിച്ചും മിടുക്കനായ ഒരു ബുദ്ധിമാനായൊരു നായയായി മാറി. നല്ല കഥയല്ലേ അച്ഛൻ പറഞ്ഞത്? ഇന്ന് കുട്ടികൾ കണ്ണടച്ച് മിടുക്കരായിട്ട് ഉറങ്ങിക്കോളൂ. നായക്കുട്ടി നീന്തിയതും ഞണ്ടിനെ ഓടിച്ചതും അതിനുശേഷം ഞണ്ടിന് പുറകെ ഓടിയ നായക്കുട്ടീനോട് പ്രതികാരമോ ദേഷ്യമോ ഒന്നിനും പരിഹാരമല്ല, അതതിൻ്റെ പാട്ടിനോട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ അച്ഛൻ നായേനെ എല്ലാവരെയും ആലോചിച്ച് കണ്ണടച്ച്
കുട്ടികൾ കിടന്നോളൂ കേട്ടോ. ഗുഡ് നൈറ്റ്.